ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അഡീനിയം എന്ന് പറഞ്ഞ ചെടിയുടെ മഴക്കാല സംരക്ഷണത്തിനെ പറ്റി പറയാനാണ്. അഡീനിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതിൻ്റെ പേര് ഡെസേർട്ട് റോസ് എന്നാണ്. അതായത് മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ് അഡീനിയം. അപ്പോൾ അതിന് ധാരാളം സൺലൈറ്റ് ആവശ്യമാണ്. അപ്പം സമ്മർ സീസണിലാണ് കൂടുതലായിട്ടും അതിൽ പൂക്കളുണ്ടാവുന്നത്. മഴക്കാലത്തും പൂക്കളുണ്ടാവും, പക്ഷേ അതിനെ നല്ലപോലെ പരിചരിക്കേണ്ട സമയം മഴക്കാലത്താണ്. കാരണം അതിനകത്ത് ഇച്ചിരി വെള്ളമെങ്കിലും കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പരിചരണമാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്, അതായത് നമ്മൾ ഒരു അഡീനിയം, വലിയൊരു അഡീനിയം ആണെന്നുണ്ടെങ്കിൽ അതിനെ മഴക്കാലത്ത് നമുക്ക് ഷെയ്ഡിലോട്ട് എടുത്ത് മാറ്റി വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ടിപ്പായിട്ടാണ് ഇന്ന് അമ്മ വന്നേക്കുന്നത്. രണ്ടാമതായിട്ട് വന്നേക്കുന്നത്, നമുക്ക് വെള്ളം കൂടിപ്പോയി ചെടിക്ക് ചീച്ചിലുണ്ടോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിച്ച് ഒരു ഹെൽത്തി പ്ലാന്റായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നും, മൂന്നാമതായിട്ട് അഡീനിയം എങ്ങനെ പോട്ട് ചെയ്യണമെന്നും അതിൻ്റെ പോട്ടിംഗ് മിക്സിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ളതുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ്, ഒരു അഡീനിയം പ്ലാന്റിനെ മഴക്കാലത്ത് മാറ്റി വെക്കാതെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. വില കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് മതി കേട്ടോ. പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക, ഇതിൻ്റെ ചുറ്റിനും ഇതുപോലെ കെട്ടിക്കൊടുക്കുക. നീളത്തിലാണ് എടുത്തേക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ചട്ടി ഏത് വലുപ്പത്തിലാണോ അത്രയുമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ തുറന്നിരിക്കുന്ന വശം നമ്മളിതുപോലെ സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതിൻ്റെ തണ്ടുകളില്ലേ, തണ്ടുകളിൻ്റെ ഭാഗത്ത് നമ്മൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ടേപ്പുകൾ, നമ്മൾ പൈപ്പിനൊക്കെ ചുറ്റുന്ന ടേപ്പുകളില്ലേ, അതാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരു തണ്ടാണെന്നുണ്ടെങ്കിൽ ആ തണ്ടിൻ്റെ ചോട്ടിൽ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ റബ്ബറിനൊക്കെ ചെയ്യുന്ന പോലെ സ്കേർട്ട് ഇടിപ്പിച്ച് കൊടുക്കുകയാണ് അഡീനിയത്തിന്. അപ്പം ഒട്ടും വെള്ളം കയറത്തില്ല. ഇപ്പോൾ ഇതിന് 2 തണ്ടുണ്ട്. അപ്പോൾ 2 തണ്ടിന് ഇതുപോലെ നമ്മൾ ടേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ജോയിൻ്റ് ചെയ്തേക്കുന്ന ഭാഗം വീണ്ടും നമ്മൾ ഒന്നും കൂടെ സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ്. മടക്കി വെച്ചിട്ട് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കും. അപ്പം എന്താണേലും വെള്ളം ഉള്ളിലോട്ട് കയറത്തുമില്ല. എന്നാൽ നമുക്ക് അഡീനിയത്തിനെ, പ്ലാന്റിനെ നമുക്ക് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു നല്ല ട്രിക്കാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു ട്രിക്കാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അഡീനിയം പ്ലാന്റിനെ മഴയാകുമ്പോഴത്തേക്കിന് ഷെയ്ഡിലോട്ട് എടുത്ത് മാറ്റി വെക്കേണ്ടെന്ന ഒരു അവസ്ഥ വരുന്നില്ല. വലിയ കാറ്റൊക്കെയുള്ള സ്ഥലത്താണ് നമ്മളിങ്ങനെ ഷീറ്റ് വെച്ച് കെട്ടുന്നതെങ്കിൽ ഈ ഷീറ്റ് പറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കയറെടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്കൊരു പരിഹാരമായി കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്നോളൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് കണ്ടോ, എൻ്റെ 2 ബേബി പ്ലാന്റുകൾ 2 ഞാൻ മഴ നനയാതെ അതിനകത്ത് സേഫായിട്ട് എടുത്തു വെച്ചു. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനത്തെ സ്റ്റാൻഡിലാണ് നമ്മൾ ചെടി വെക്കുന്നത്. ഇങ്ങനത്തെ വേണമെന്നില്ല, കമ്പിയുടെ സ്റ്റാൻഡ് നീളത്തിലുള്ളത് ഉണ്ടെങ്കിൽ അതിലാണ് അഡീനിയം വെക്കുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ വെള്ളം ബ്ലോക്ക് ആകാതെ നന്നായിട്ട് വെള്ളം താഴേക്ക് പോകും. അപ്പം കുഴപ്പങ്ങളും വരികയില്ല. വെള്ളം വാർന്നു പോകുന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചട്ടി കണ്ടോ, ഇതിനകത്ത് ഈ അഡീനിയത്തിൻ്റെ തന്നെ ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീണിട്ട് അത് മുഴുവനും അതിനകത്ത് കെട്ടിയിരിക്കുകയാണ്, ഉണങ്ങി കിടക്കുകയാണ്. ഇപ്പം മഴയുടെ സീസൺ ആണെങ്കിൽ ഇത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം അത് ചീഞ്ഞ് അതിനകത്ത് കിടന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യും, ചെടി കേടായി പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നീറ്റായിട്ട് മാറ്റി അതെല്ലാം നീറ്റാക്കിയതിന് ശേഷം നീർവാർച്ചയുള്ളതാക്കി എടുക്കുക മണ്ണ്. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മഴ നനഞ്ഞ് ഇരുന്ന ഒരു പുതിയ ചെടിയാണ്. അത് ഞാൻ കാണാതെ പോയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടി എന്നാന്ന് ചോദിച്ചാൽ, അപ്പടി വെള്ളമാണ്, ധാരാളം വെള്ളമായിട്ട് കുഴഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനെ മാറ്റി കുഴിച്ചിടാനൊന്നും പോകണ്ട. ഇങ്ങനെ നമ്മൾ വിരലിറക്കിയിട്ട് നമ്മൾ നോക്കുക, ആ ചെടിയുടെ ബൾബിന് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചീയൽ വന്നിട്ടുണ്ടെങ്കിൽ ബൾബ് സോഫ്റ്റായിട്ട് ബലൂണിനകത്ത് വെള്ളം നിറച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ മണ്ണിട്ടതിന് ശേഷം നമ്മൾ സാഫ്, ഈ മരുന്ന് കണ്ടോ, സാഫ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമ്മൾ മുകളിൽ ഇലയിൽ മുതൽ
ഇലയൊന്നും ഇല്ല, ഇത് മഴയത്തിരുന്ന കാരണം ഇലയെല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അത് തളിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലും കുറച്ച് സാഫ് തളിച്ചു കൊടുത്ത്, വളരെ അധികം വേണ്ട, കുറച്ച് തളിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഒട്ടും നനവ് വരികയില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ വെച്ച് കഴിയുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴവരെയും ഇതിന് ഒരു വളമോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇനി ഇരുന്ന് അതിൻ്റെ മണ്ണ് ഉണങ്ങും. പിന്നെ അടീനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഈ ബൾബിൽ നിറച്ചും വെള്ളമാണ്. ബൾബിൽ നല്ല തണ്ട് മുഴുവനും വെള്ളം, ജലാംശം ധാരാളമുള്ള സാധനമാണ്. 1 മാസം നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ പോലും അത് ആ ബൾബിനകത്തു നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് അത് ജീവിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതാണ്. അങ്ങനത്തെ ഒരു ചെടിയാണ് അഡീനിയം. അതുകൊണ്ട് പിന്നെ വെള്ളം ഇല്ലാതെ കരിഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ഇലയൊക്കെ പൊഴിഞ്ഞു പോകുമായിരിക്കും, പക്ഷേ അടീനിയം നശിച്ചു പോകുകയില്ല വെള്ളമില്ലാതെ. 1 മാസത്തോളം അല്ലെ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. വെള്ളമില്ലാതെ നമ്മൾ അടച്ചിട്ട് പോയാലും അടീനിയത്തിന് ഒരു കുഴപ്പവും വരുന്നത് കണ്ടിട്ടില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നല്ലൊരു ചെടിയായിരുന്നു, പക്ഷേ അത് കേടുവന്നു പോയി, ഫംഗസ് ഇൻഫെക്ഷനായിപ്പോയി. അപ്പം ഇല ഇങ്ങനെ മഞ്ഞച്ച് വരുമ്പം നമ്മൾ അതിന് ചെയ്യേണ്ട ഏറ്റവും നല്ലതാണ്, ഒന്നുകിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡോഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, നമുക്ക് ഇങ്ങനെ അഴുക്കായി പോകുന്നെന്ന് തോന്നുന്ന ചെടികൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പണിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി മുഴുവനായിട്ട് പറിച്ചെടുക്കുക. അതിൻ്റെ വേര് മുഴുവൻ നല്ലപോലെ കഴുകിയ ശേഷം ബാവിസ്റ്റൻ എന്ന് പറഞ്ഞ ഫംഗിസൈഡ്, അതായത് 5 gram in 1 liter ഓഫ് വാട്ടറാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ 1 ലിറ്റർ വാട്ടർ എന്ന് കരുതുക. അതിനകത്തോട്ട് മുക്കി ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ ഈ ചെടീനെ വെറുതെ എവിടെയെങ്കിലും വെയിലും മഴയും കൊള്ളാത്തടുത്ത് നമ്മൾ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇതുപോലെ തന്നെ എടുക്കുമ്പം ചെടിക്ക് നല്ലപോലെ വേരിനോ തണ്ടിനോ നല്ല കേട് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡിലാണ് ആദ്യം മുക്കി വെക്കേണ്ടത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ബാവിസ്റ്റനിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതിപ്പോൾ അമ്മ കാണിച്ചു തരുവേ. ഇതുണ്ടോ, ഞാനിപ്പം ആ ചെത്തി ഇത് കേടുള്ളതാണ്. ഇത് പറിച്ചു കഴിഞ്ഞ് കഴുകിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനിവിടെ നല്ല കേടുണ്ട് 2 സ്ഥലത്തായിട്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ. ആ കേടുള്ളത് കാരണം അതിനകത്ത് ഞാൻ സാഫ് എന്ന് പറഞ്ഞ ഒരെണ്ണം പേസ്റ്റാക്കി തേച്ചു. അപ്പം പിന്നെ നമ്മൾ വേറൊരു പിന്നെ ഫംഗിസൈഡ് അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യണ്ടല്ലോ എന്നോർത്ത് ഞാൻ വേര് സാഫിൽ തന്നെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സാഫിൽ തന്നെ വേര് മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. അല്ല ഇങ്ങനെ കേടൊന്നും ഇല്ലാത്ത ചെടികളാണ് നമ്മൾ പറിച്ച് കെട്ടി തൂക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യമേ തന്നെ ചെടിയുടെ വേര് പിന്നെ വാഷ് ചെയ്തതിന് ശേഷം ബാവിസ്റ്റിൻ പിന്നെ കലക്കിയിട്ട് അതിനകത്ത് ഒരു 10 മിനിറ്റ് വരെ മുക്കി വെച്ചിട്ട് കെട്ടി തൂക്കിയിട്ടാൽ മതി. ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ ഒരാഴ്ച കഴിയുമ്പോൾ ഈ വേര് മാത്രം ബാവിസ്റ്റിനിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ഇട്ടേച്ചാൽ മതി. അപ്പം ഒരു കേടും വരികയില്ല. പിന്നെ അഡീനിയം ചെടി നടുമ്പം തന്നെ നമുക്ക് വെയിലത്തും മഴയത്തും ഒരുപോലെ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ വെച്ച് മഴയത്തെടുത്ത് മാറ്റിവെക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കാതെ എങ്ങനെ നടാം എന്നുള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഓടിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വേണം, പിന്നെ ഒരു അരിപ്പ എന്ന് പറഞ്ഞാൽ നെറ്റ്, കിണറിനൊക്കെ ഇടുന്ന നെറ്റ് ഒരു പീസ് മുറിച്ചെടുത്താൽ മതി. പിന്നെ ആറ്റുമണൽ അരിച്ചത്, അല്ലെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെയുള്ള മണ്ണ് പിന്നെ ഒന്ന് അരിച്ചു കഴിയുമ്പം കിട്ടുന്ന കട്ടയും കല്ലും ഒക്കെ അങ്ങനത്തെയുള്ള സാധനമാണെങ്കിലും മതി. അതായത് നീർവാർച്ച നല്ലപോലെ വേണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചെടി, പിന്നെ അടിവശം നല്ല ദ്വാരമുള്ള ഒരു ചെടിച്ചട്ടി നമുക്ക് ആവശ്യമാണ്. അടിവശം മുഴുവനും നല്ലതായിട്ട് ഹോളുള്ള ചെടിച്ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം ആ ഹോളിൽ കൂടെ മണൽ ഇറങ്ങി പോകാതിരിക്കാൻ, നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അതിനകത്തേക്ക് ഒരു അരിപ്പ ഇടും. നന്നായി അരിപ്പ ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം ചട്ടി നിറയുന്നവരെയും ഓടിൻ്റെ കഷ്ണം ഇട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച മണൽ ഇട്ട് കൊടുക്കാം. കൂടി ഇട്ട് അതിനെ ഉറപ്പിക്കുക. വെള്ളം വേണ്ട, വെള്ളമില്ലാതെ എടുക്കും. ഇപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അരിച്ച് എടുത്തുകൊണ്ട് ഉണങ്ങുന്നതിന് മുമ്പേ വെച്ചതുകൊണ്ടാണ് വെള്ളം കാണുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ വെള്ളമില്ലാതെ നമുക്ക് അത് ഇട്ട് അടീനത്തിനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ വരുന്ന സമയത്ത്
ഒരു കാരണവശാലും എടുത്ത് അകത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുകയോ ഒന്നും ഈ മഴവെള്ളത്തിനെ സംരക്ഷിക്കാനുള്ള വേറെ പ്രൊട്ടക്ഷനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും, അടിയിലൂടെ മണലിനകത്തുണ്ടായിരുന്ന വെള്ളം വാർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ഇല്ലാതെ വാർന്നു പോയിക്കോളും. അപ്പം നമ്മൾ വേനൽക്കാലത്ത് വരുമ്പം ഇത് മുഴുവൻ വെള്ളം ഒഴിച്ച് മുഴുവൻ നഷ്ടമാകുകയില്ല എന്ന് ചോദിച്ചാൽ അടിയനത്തിന് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് വെള്ളം ഒരു ദിവസം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വാർന്നു പോയി കഴിഞ്ഞ് ബാക്കിയുള്ളത് അതിന് ആവശ്യമുള്ളത് എടുത്തുകൊള്ളും. അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ല മഴക്കാല സംരക്ഷണമെന്ന് എൻ്റെ അറിവിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇനി പുതിയ അടീനിയം മേടിക്കുമ്പം ഇങ്ങനെ നട്ടു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ അയ്യോ എൻ്റെ അടീനിയം അഴുക്കായി പോകുമല്ലോ എന്നോർത്ത് എടുത്തുകൊണ്ട് ഓടി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനും അതിനൊരു പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കാനും നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. അടീനിയം ചെടിയുടെ മഴക്കാല സംരക്ഷണം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.